സാഹസ് കേരള യാത്രയുമായി 1474 മണ്ഡലങ്ങളിലേക്ക് 9 മാസക്കാലം 30,000 കിലോമീറ്ററിൽ പരം മഹിളാ കോൺഗ്രസ് യാത്ര നടത്തി. ഓരോ 931 പഞ്ചായത്തുകളിലൊക്കെ ചെല്ലുമ്പോൾ എല്ലായിടത്തു നിന്നും ലഭിച്ച നിവേദനങ്ങളിലൊക്കെ ഈ ലൈഫുമായി ബന്ധപ്പെട്ട് കിട്ടാത്തവരുടെ യാതനകളും ദുരിതങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇവരുടെ ഈ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായി മറ്റൊന്നും കാണിക്കാനില്ലാത്തത് കൊണ്ടും കേരളത്തിന് അവകാശപ്പെട്ട് ലഭിക്കേണ്ട കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി മാറുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ റീലാണോ എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത ഇല്ല. ഇത് ഇപ്പോഴും ഒരുപാട് പേർ ഈ പദ്ധതികളൊക്കെ ആശ്രയിക്കുന്നതും നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഇത് മാറുമോ? പിന്നെ അതുമാത്രമല്ല, ഇങ്ങനെ ഒരു അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി മാറുന്നതിൽ അങ്ങനെ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് UPAയുടെ പദ്ധതിയാണ്. ഭക്ഷ്യസുരക്ഷ നിയമമാക്കി ജനങ്ങളുടെ അവകാശമാക്കി മുലയൂട്ടുന്ന അമ്മമാർക്ക് 9,000 രൂപ വരെയുള്ള കാര്യങ്ങൾ, അതേപോലെ ഗർഭിണികൾക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൃത്യമായ അവകാശമാക്കി മാറ്റിയത് UPA സർക്കാരിൻ്റെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിൽ ചെയ്ത ഒരു സാഹചര്യത്തിലാണ്.